സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ, ഈ ജീവിതം പോരാ, ഈ ജീവിതം പോരാ. ക്രിസ്ത്യൻ ലൈവിൻ്റെ നമ്മുടെ അതിഥി എന്ന പ്രോഗ്രാമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. ലക്ഷക്കണക്കിന് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന അമ്മ, കൊച്ചു മേഴ്സിയായിട്ട് പാലായിൽ നിന്ന് ചുവടുവെച്ച് തുടങ്ങിയ ജീവിതം തിൻസൈക്ക റാണി എന്ന പേരിലും ഇപ്പോൾ കാസർഗോഡിൻ്റെ അമ്മ എന്ന പേരിലും ഒരുപാട് പടവുകൾ സധൈര്യം ദൈവാശ്രയത്തോടെ ചവിട്ടിക്കേറി പലപ്പോഴും ഒരു ഒറ്റയാൾ യുദ്ധമായിരുന്നു അമ്മയുടേത്. ത്യജിക്കപ്പെട്ടവര്, അവഗണിക്കപ്പെട്ടവര്, പ്രത്യേകിച്ച് മനുഷ്യ അവകാശങ്ങൾ എവിടെ ലംഘിക്കപ്പെടുന്നോ, മനുഷ്യ അവകാശങ്ങൾ എവിടെ ഹിംസിക്കപ്പെടുന്നോ അവിടെ അമ്മയുടെ ഹൃദയം ചൂടുപിടിക്കും. അത് കണ്ടു നിൽക്കില്ല. അങ്ങനെ കേവലം ഒരു കൂലിപ്പണിക്കാരിയായി പോലും വേഷമിട്ടുകൊണ്ട് ആ ഗ്രാമങ്ങളിൽ, മധ്യപ്രദേശിന്റെ ഉൾ ജില്ലകളിൽ ഒക്കെ ചെന്ന് ആ ജനങ്ങളോടൊപ്പം കൃഷിയിടങ്ങളിൽ ചെന്ന് കൂലിപ്പണിയൊക്കെ ചെയ്ത് അവരാരാണെന്ന് മനസ്സിലാക്കി അവരിലേക്ക് ദൈവസ്നേഹവും മാനുഷിക ധർമ്മങ്ങളും കൈമാറുന്നതിൽ ഒരുപാട് വിജയം വരിച്ച അമ്മ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഗവൺമെന്റ് കൊടുക്കുന്ന പുരസ്കാരങ്ങളോ രാജ്യം നൽകുന്ന പ്രശസ്തി പത്രങ്ങളോ ഒന്നും ഒട്ടും വില കൽപ്പിക്കാതെ തൻ്റെ ദൗത്യം ശ്വാസമുള്ളിടത്തോളം ചെയ്യുമെന്ന ദൃഢപ്രതിജ്ഞയോടെ ഈ പ്രായത്തിലും തളരാത്ത ഊർജവും തളരാത്ത ക്ഷീണവും തളരാത്ത ശരീരവുമായി മുന്നോട്ട് പോകുന്ന അമ്മയെ ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായി ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം. ഈ പ്രായം പറഞ്ഞില്ലല്ലോ. അമ്മയുടെ പ്രായം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ഇത്ര ആരോഗ്യത്തോടെ ഇത്ര ബലത്തോടെ ഒക്കെ ഇരിക്കുന്നെങ്കിലും ഊഹിക്കാൻ പറ്റുമോ എത്ര വയസ്സുണ്ടെന്ന്? 84 വയസ്സ് പൂർത്തിയാക്കി 85ലേക്ക് കയറുകയാണ്. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കൾ നന്നായി വിശ്രമിക്കുന്ന സമയം, വിശ്രമമില്ലാതെ ഓടുന്ന ഈ അമ്മ നമുക്കൊക്കെ ഒരു നല്ല മാതൃകയും പ്രചോദനവും ആണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അമ്മയോട് നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. അത് ഇന്നത്തെ യുവജനങ്ങൾക്കും യൗവനക്കാർക്കും എല്ലാവർക്കും, പ്രായമുള്ളവർക്കും മധ്യവയസ്കർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമാവുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പാലക്കാരി ഈ കൊച്ചു മേഴ്സി ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു റാണി വരെയായി എന്ന് കേട്ട്. ടിൻസിക്ക് റാണി എന്ന പേരിൽ ഒരു രാജകുമാരിയാണ് അവിടെ. സത്യത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിലെ രാജകുമാരി തന്നെയാണ്. ഈ അവസ്ഥാഭേദം, ഈ രൂപമാറ്റം ഒന്ന് ചുരുക്കി പറയാമോ? അത് എളുപ്പമല്ല ചുരുക്കി പറയാൻ. ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ പ്രണയം. ഞാൻ 3 വയസ്സിൽ പ്രണയിച്ചു തുടങ്ങി. ആ പ്രണയമാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 3 വയസ്സിൽ പപ്പായുടെ കൂടെ കിടന്നുറങ്ങുമ്പം, ഉറങ്ങുന്നതിന് മുമ്പ് കഥ പറയും. ഞാൻ ഇടയ്ക്കൊരു ചോദിച്ചിട്ടെ, ഒരിക്കലും ഒരു വ്യക്തിയെ അല്ല പ്രണയിച്ചതെന്ന് പലപ്പോഴും മെസ്സേജസിൽ കേട്ടിട്ടുണ്ട്. ഒരു ജീവിത ശൈലിയാണ് പ്രണയിച്ചത്, അല്ലേ? ആ ജീവിത ശൈലിയാണ് അമ്മ ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പം പപ്പ ഇങ്ങനെ കഥ പറയുമായിരുന്നു. പിന്നെ ഒരിക്കൽ ഗാന്ധി അപ്പൂപ്പന്റെ കഥ പറഞ്ഞു. ഈ ഗാന്ധി അപ്പൂപ്പനെ കോട്ട് വലിച്ചൂരി എറിഞ്ഞിട്ട് മുണ്ട് കൊടുത്ത് ഒരു പോപ്പം പൊതിച്ച് തടി കൊണ്ടുള്ള ചെരുപ്പ് വിട്ട് ഇങ്ങനെ വടിയും കുത്തി ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ അങ്ങ് നടന്നു മറയുന്നു. അന്ന് തുടങ്ങിയതാണ് എൻ്റെ പ്രണയം. എന്തൊക്കെയോ വലിച്ചെറിഞ്ഞിട്ട് ഒരു പുതിയ ലോകത്ത് പുതിയ ആളുകളുടെ ഇടയിലേക്ക് ഉള്ള ഒരു ജീവിതം. അത് ഇന്നെനിക്ക് പ്രണയമൊന്നും അതും ഇതും എല്ലാം പറയാം. പക്ഷെ ഇതെൻ്റെ ഉള്ളിൽ ഒരു ആവേശം, ഒരു ചൂട് പോലെ നിന്നു. അത് ആരോടും പറയാൻ പറ്റും. പക്ഷെ ഇങ്ങനെയൊരു ജീവിതം പിന്നെ വായിക്കാൻ തുടങ്ങിയപ്പം ഈ ഒരുപാട് മഹാന്മാരുടെയൊക്കെ ജീവചരിത്രം, രക്തസാക്ഷികളെ, പുണ്യാന്മാരെ, പിന്നെ ഗാന്ധിജി, സരോജിനി, ഇങ്ങനെയൊക്കെ വായിച്ചിട്ട് ഓരോരുത്തരെയും വായിക്കുമ്പോൾ ഇതുപോലെയാണ്. ഫാദർ ഡേമിയൻ മൊളോക്കയിൽ വെള്ളക്കാരൻ കറുത്തവരുടെ ഇടയ്ക്ക് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് അവസാനം ചൂടുവെള്ളം കാലേ വീണപ്പം സ്വന്തമായിട്ട് കുഷ്ഠരോഗിയായെന്നറിഞ്ഞു. അന്നോർത്ത് ഇതുപോലെയാണ്. റാണി ലക്ഷ്മിബായി
കുതിരപ്പുറത്ത് കയറി കൊച്ചിനെ ഇവിടെ വെച്ച് കെട്ടി ഓടിച്ചോടിച്ച് ഗ്രാമങ്ങൾ തോറും സ്ത്രീകളെ ഒന്നിച്ചു കൂട്ടി ഇംഗ്ലീഷുകാരെ ഓടിക്കണം. അപ്പോൾ ഒരു കുതിരയെ കിട്ടിയ ഞാൻ പൊട്ടിയ കുതിരയെ കിട്ടിയല്ല ആകുന്നത്. അന്ന് ചോദിച്ചു ഒരു കുതിര തരാമോ? പപ്പ എനിക്കൊരു കുതിര വേണം. ഇന്നെന്താ കുതിര? കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നീ അവരെ പോലെ ആകുമെന്ന് എന്നോട് പറഞ്ഞു. അതെങ്ങനെയാ എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ അത് സാധിച്ചു. ഞാൻ എൻ്റെ മധ്യപ്രദേശിൽ വന്നപ്പം കുതിര പലയിടത്തും കണ്ടപ്പോൾ ആഗ്രഹം തിരിച്ചു വന്നു. അപ്പോൾ ഒരു വിഷയം 35 വർഷം ഞാൻ കുതിരയിലായിരുന്നു യാത്ര. 5ാം തലമുറ കുതിര എൻ്റെ കയ്യിലുണ്ട് ഇപ്പം. അതെ അതെ അതെ. അങ്ങനെയാണ് അത് അവിടുത്തെ ആളുകൾ എന്നെ കയറ്റി പഠിപ്പിച്ചു. അങ്ങനെയാണ് ഈ വിക്ടർ ജോർജ് അവരെ ഒരു പരമ്പര എഴുതാൻ വന്നപ്പം ഞങ്ങൾ ആ കുതിരപ്പുറത്ത് ഇവരുടെ സാധനങ്ങളെല്ലാം കെട്ടിപ്പറക്കി 8-9 കിലോമീറ്റർ നടക്കണം. കുറച്ച് നടന്നപ്പം വിക്ടർ പറഞ്ഞു, ചേച്ചിയാ അതിലൊന്ന് കയറിയിരിക്കാവോ? അപ്പം കയറിയിരുന്നു. ഇവരുടെ പെട്ടിയും പ്രമാണവും എല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ട്. ഈ കുതിരയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ നല്ല സ്പീഡുണ്ട്. പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ എപ്പോഴും ഇച്ചിരി സ്ലോയാണ്. എന്നിട്ട് ഞാൻ കയറി എന്നപ്പോൾ സ്പീഡ് എടുത്തു. അപ്പം ഞാനൊരു പാട്ടും കൂടെ പാടും, ചൽ ചൽ മേരി ഗോടി ഓ മേരി ഗോടി. അന്നേരം അവളങ്ങ് പായുക. ആ ഫോട്ടോയാണ് ആ പരമ്പരയിൽ ആദ്യം. അവളുടെ ഹെയറെല്ലാം ഇങ്ങനെ പറന്നിരിക്കുന്നു, ഇങ്ങനെ പറക്കുകയാണ്. ചുമ്മാതല്ല ടിൻസിക്ക റാണി എന്നൊക്കെയുള്ള പേര് കിട്ടിയത്, കുതിരയൊക്കെ ഉണ്ടായിരുന്നു സ്വന്തമായി. ഇപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ ഗാന്ധിയുടെ കാര്യവും ഫാദർ ഡാമിയന്റെ കാര്യവും ഝാൻസി റാണിയുടെ കാര്യവും ഒക്കെ പറഞ്ഞല്ലോ. ഒരുപാട് യുഗപുരുഷന്മാര്. അതിൽ ഏറ്റവും സ്നേഹവും ആദരവും ആരോടായിരുന്നെന്ന് പറയുവാൻ പറ്റുമോ? അങ്ങനെ ഇല്ല, എല്ലാം. പിന്നെ ഫസ്റ്റ് കമ്മ്യൂണിന്റെ സമയത്ത് ഇത് പഠിപ്പിക്കുമ്പം ആണ് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞത്. അതിനു മുമ്പ് ക്രിസ്ത്യാനിയാണ്, പ്രാർത്ഥിക്കുമെങ്കിലും അവിടെ ഈ ഈശോ വന്ന് മന്ദിരത്തിൽ വന്ന് ആട്ടി ഓടിക്കുന്നു. ചാട്ടവാർന്ന ബൈബിളിൽ പറയുന്നത്. പക്ഷേ എൻ്റെ പുസ്തകത്തിലുള്ള ചൂലും കൊണ്ട് ആട്ടി ഓടിക്കുന്നു. എന്നിട്ട് ഈ കോഴിക്കുഞ്ഞോ പക്ഷിക്കുഞ്ഞോ പെട്ടികൾ എല്ലാം ഇങ്ങനെ പറക്കുന്നു, ആളുകൾ ഓടുന്നു, ഈശോ അടിക്കുന്നു. അന്ന് എനിക്ക് ഈശോ പാപം ചെയ്തല്ലോ, ഈശോ ദോഷം ചെയ്തല്ലോ, ഈശോ ദേഷ്യപ്പെടുന്നു, അതെന്താ? അപ്പൊ ആ ടീച്ചർ കുട്ടി ഓടിയിരിക്കും. അന്ന് എത്ര പ്രായം കാണും? ഫസ്റ്റ് കമ്മ്യൂണിയന് 7 വയസ്സ്. 7 വയസ്സ്. ആ കുട്ടിയോടെ ഇരിക്കാന്നും പറഞ്ഞിരുത്തി. പിന്നെ പപ്പാട് ചോദിച്ചപ്പം പറഞ്ഞ അത് പ്രാർത്ഥനാ സ്ഥലമൊക്കെ അല്ലേ, അത് വൃത്തികേടാക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഗ്രാമങ്ങളിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ട്രേഡേഴ്സ്, വ്യാപാരി വർഗവും സാധാരണ ആളുകളും തമ്മിലുള്ള ഈ ബന്ധം, ഈ ചൂഷണം, കർത്താവ് ഇത് പണ്ടേ അറിഞ്ഞത്. ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് സെക്ടറും സാധാരണ മനുഷ്യർക്ക് ഇതെല്ലാം അയാൾക്ക് വലിയ ഫോഴ്സായിട്ടുണ്ടായിരുന്നു, അയാൾക്കറിയാമായിരുന്നു ഇതാണ് ചൂഷണ വഴി, അതുകൊണ്ടാണ് അതുപോലെ ഓടിച്ചത്. ഇന്ന് എനിക്ക് മനസ്സിലാകും, അന്നറിയത്തില്ല. അപ്പൊ യേശുവിലെ വിപ്ലവകാരിയാണോ ആദ്യം ആകർഷിക്കപ്പെട്ടത്? അതെ അതെ. എന്നിട്ട് ഫസ്റ്റ് കമ്മ്യൂണിന് ചെല്ലുമ്പോൾ എന്നാ വേണേലും ചോദിച്ചോളാൻ പറയും. ഞങ്ങൾ 2 ഇരട്ടയാ. ഒരുങ്ങി എല്ലാം ചെയ്ത് ഞാനിങ്ങനെ കമ്മ്യൂണിയനും കഴിഞ്ഞിച്ച് നിൽക്കുമ്പോൾ എൻ്റെ നെറ്റും എല്ലാം തീ പിടിച്ചു. മെഴുകുതിരിയിൽ നിന്ന് തീ പിടിച്ച് ഇത് ആരോ വന്ന് എന്നെ രക്ഷിച്ചു. എല്ലാവരും പറഞ്ഞു നീ വലിയ മിടുക്കിയല്ലേ, നിന്റെ അഹങ്കാരമാ, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നോക്കി പാവം ജോയി എൻ്റെ ഇരട്ട ആങ്ങള, പുള്ളിക്കൊന്നും പറ്റിയില്ല. അപ്പം ഞാനിതൊക്കെ കേട്ട് എല്ലാ കരയും, സങ്കടം വരും, പിടിച്ചു നിൽക്കും. പക്ഷെ പപ്പ എന്നെ വിളിച്ചു, എനിക്ക് എന്നെ ഇത്ര ബോധമില്ലായിരുന്നു, അതെന്താ അവിടെ? അപ്പൊ ഞാൻ ഈശോയുടെ ഒരു സൂത്രം പറയായിരുന്നു. ഈശോയുടെ സൂത്രം ഞാൻ പറഞ്ഞു, എനിക്ക് ആ മൂച്ചും ചുണയും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, എന്നെ അതുപോലെ ആക്കണം, അപ്പൊ ഞാനും കാണിക്കാം. അന്നായ ആ ചോദിച്ച എൻ്റെ വരം എനിക്ക് തോന്നുന്നത് 2 കൊല്ലം മുമ്പ് ഞാൻ നിരാഹാരം കിടന്നപ്പോൾ എനിക്ക് കിട്ടിയെന്ന്. ഒന്ന് കാണിക്കുന്നതിൻ്റെ മൂച്ച. എനിക്ക് വിശപ്പും തോന്നിയില്ല, ക്ഷീണവും തോന്നിയില്ല. 18 ദിവസം ഈ മഴയും വെയിലും കൊണ്ട് അവിടെ കടന്നു. എനിക്ക് തോന്നുന്നു അന്ന് ആ ചോദിച്ച വരം തന്നത് അമ്മ. അപ്പോ പുത്തൻ കുർബാന സമയത്ത് മറ്റു കുട്ടികളൊക്കെ പല കാര്യങ്ങൾ ചിന്തിച്ച് നിന്നപ്പോൾ അമ്മ ആത്മാർത്ഥമായിട്ടൊരു വരം തന്നെ ചോദിച്ചു. കാലം കുറച്ച് വൈകിയാണെങ്കിലും ആ വരം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ലഭിച്ചു. പിന്നെ ഈ നടക്കുമ്പോൾ ഈ ജീവിത തുടർച്ചയിൽ എപ്പോഴും
വീരകൃത്യങ്ങൾ ചെയ്യുന്ന പോലുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നേരിട്ടു. അതൊക്കെ അയാൾ തന്നെ അനുഗ്രഹമായിരിക്കും. പിന്നെ എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ആളായിരുന്നെന്നും ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതിനെയൊക്കെയും അന്നത്തെ അക്കാലത്തെ ആളുകൾ, മുതിർന്നവർ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ അപ്പൊ അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ. പക്ഷെ അതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. തുള്ളിക്കിടന്ന് തിളയ്ക്കും. അതെവിടെയായാലും അത് ചോദിക്കും, വായിക്കും, കണ്ടുപിടിക്കും. അങ്ങനെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ചെറിയ കാലത്തും ഒക്കെ? ഇല്ല, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ വീക്ഷണവും ക്രിസ്തുവിന്റെ ശൈലിയും എത്രമാത്രം അമ്മയുടെ പ്രായോഗിക ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ട്? എനിക്ക് മുഴുവനായിട്ട്. കാരണം ഈ ഇന്നാളെ ഞാൻ ഏതോ ഒരിടത്ത് പോയപ്പോൾ ഒരു അച്ഛൻ ആദ്യമായിട്ട് ഒത്തിരി കേട്ടിട്ട് എന്നോട് ചോദിച്ചു, ആരെയാ ഫോളോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, മനുഷ്യനായ യേശുവിൻ്റെ. എനിക്ക് ആ മനുഷ്യനായ യേശുവിൻ്റെ ജീവിത ശൈലിയും ഇടപെടലും ഒത്തിരി സ്വാധീനിച്ചു. ആള് ഈ സാധാരണ പണിയും ചെയ്തങ്ങനെ നിന്നു. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിൽ കാണുന്ന, ഞാൻ ആ പാലസ്തീനിലും എല്ലാം മനസ്സുകൊണ്ട് യാത്ര ചെയ്തിരുന്നു. ആശാരിപ്പണി ചെയ്യുന്നു, അമ്മ ഇവിടെ തയ്യുന്നു, നിറ്റ് ചെയ്യുന്നു. മനുഷ്യർ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ മോൻ ഇത് മുഴുവനും ശ്രദ്ധിച്ച് കേട്ടേച്ച് ഉള്ളു വേദനിച്ചിട്ടാണ് പ്രാർത്ഥിക്കാൻ പോയത് തന്നെ. എനിക്കൊരു ഉത്തരം, അപ്പ ഒന്ന് പറ. വന്നിട്ട് തിരിച്ചു വന്നത് ഐസായാസ് എഴുതിയ വാക്ക്, ലൂക്ക് 4:16-21. ഞാൻ എന്തിനാണ് വന്നതെന്ന് തറപ്പിച്ച് പറയുന്ന അവിടെ ആഗമന ഉദ്ദേശം. The Spirit of the Lord is upon me because he has anointed me to bring good news. ആ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഹല്ലേലൂയായോ ഒന്നും അല്ല, വിടുതൽ കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ ജൂബിലി വർഷം, സമത്വ സുന്ദരമായ ലോകം, കിങ്ഡം മെസ്സേജ്. ഇത് തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ ഫസ്റ്റ് വേർഡ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens, all എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമ്മ, നമ്മുടെ ബഹുമാന്യനായ അംബേദ്കർ വേദപുസ്തകം വായിച്ചു കാണുമോ? അയാൾ കട്ടെടുത്തിട്ടുണ്ടെന്ന് അതിന്ന് ബൈബിളിൽ നിന്ന്. വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ തത്വമാണ് നമ്മുടെ പ്രിയാമ്പിളിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞാണ് എനിക്ക് വഴി, ലക്ഷ്യം ക്ലിയറായി. വാട്ട് ഷുഡ് ബി മൈ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഹ്യൂമൻ റൈറ്റ്സിൽ ഇടപെടുന്നത്. അവിടെ MSW LLB അത് മനുഷ്യരെ സഹായിക്കാൻ. ഞാൻ ഈ ദുരന്തങ്ങളിലെല്ലാം ഇടപെട്ടു. നഴ്സിംഗ് പഠിച്ചതിന് വേണ്ടിയിട്ട്. പഠിക്കുവാനെന്നും ആഗ്രഹമായിരുന്നു അല്ലേ? ജ്ഞാനം സമ്പാദിക്കാൻ. ഈ ജ്ഞാനമൊന്നും അങ്ങനെയല്ല, എൻ്റെ ജോലിക്ക് വേണ്ടുന്ന ഇത് MSW ഒക്കെ പഠിച്ചതിന്. നിയമം പഠിച്ചപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഹരം, കോർട്ടിൽ നിന്ന് രേഖയൊക്കെ വാദിക്കുന്ന പോലെ ഇന്ന് വാദിക്കുക. പിന്നെ ഓർത്ത് അതല്ല. വില്ലേജുകളിൽ ജീവിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഈ കോർട്ടൊന്നും സാധാരണ മനുഷ്യർക്കുള്ളതല്ല. അവർ തന്നെ, ആദിവാസികൾ തന്നെ പറയും, കോർട്ടിൽ പോയാൽ ഇരു കൂട്ടരും നനഞ്ഞു കുളിച്ചേ വരുള്ളൂ, ആരും ഒന്നും നേടുകയില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു ശത്രുതയുണ്ട്. അതുകൊണ്ട് പിന്നെ ആദിവാസികളുടെ ഇടയ്ക്ക് ഒരു കോടതി കൂടിച്ചുകൊണ്ട് പരസ്പരം ധാരണയിലെത്തി ഒരു നീതി, ഒരു ഇതായിട്ട് വരുന്ന ഒരു. അങ്ങനെയൊക്കെ വരുമ്പം അമ്മ അവിടുത്തെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ അമ്മയ്ക്ക് അവിടെ ഒരു സ്ഥാനമുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനത് ഒരുപാട് പേരുടെ ഭൂമി തർക്കങ്ങൾ ഞാൻ നിന്ന് കയറ് കൊണ്ട് അളന്ന് കൊടുത്ത് വില്ലേജ് ഓഫീസറെ കൊണ്ട് റെക്കോർഡ്. എത്ര നല്ല കാര്യം. അതുപോലെ ഹസ്ബൻഡ് വൈഫ് ഫൈറ്റ്, വീട്ടിലുള്ള ഈ ചെറിയ വഴക്കുകൾ, ഇതൊക്കെ ഇങ്ങനെ. അപ്പം ഞാൻ നിയമം, വക്കീലന്മാരുടെ പണി കുറെ നമ്മൾ കുറച്ചു. പിന്നെ അത് മാത്രമല്ല, ഈ ജസ്റ്റിസ് ഭഗവതിയാണ് ആദ്യമായിട്ട് പാരാലീഗൽ വർക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. ആ ഇടയ്ക്കാണ് ഫസ്റ്റ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഞാൻ പാരാലീഗൽ എന്നുള്ള പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഓൾറെഡി ചെയ്യുന്ന ആളുകളെ നിയമം, ഹൗ ടു റൈറ്റ് FIR, ഇങ്ങനെയെല്ലാം നിയമം പറഞ്ഞ് മനസ്സിലാക്കുക, പഠിപ്പിക്കുക. അപ്പോൾ FIR എഴുതിയ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് 3 കോപ്പിയിൽ എഴുതിച്ചിട്ട് ഒന്ന് മേടിച്ചോണ്ട് വരണം, ഇത് നമ്മുടെ അവകാശം. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ പേടിക്കാതെ പോയി കസേരയിൽ ഇരുന്നിട്ട് അങ്ങോട്ട്, സാറേ ഏക്ക് കോപ്പി ഇതേതോ, അറിവ് അവരെ സമ്പന്നരാക്കും. പവറായി. പിന്നെ അങ്ങനെ ഇത് ചെയ്തിട്ട് ജസ്റ്റിസ് ഭഗവതി. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ എത്ര ഭാഷ പഠിച്ചു?
എവിടെ ചെല്ലുന്നോ അവിടുത്തെ ഭാഷ പഠിക്കും. അങ്ങനെ ഏകദേശം എത്ര ഭാഷ അറിയായിരിക്കും? 20 ഭാഷ കുറെ അറിയാം. പിന്നെ ഇപ്പൊ എല്ലാം ഒത്തിരി ഇപ്പം പിന്നെ അധികം ഉപയോഗിക്കാത്തോണ്ട് പെട്ടെന്ന് ഞാൻ മുഴുവനും വന്നേക്കുകയല്ല. പക്ഷെ ആദ്യം ചെന്നപ്പോൾ ഈ ഭാഷ ഒരു തടസ്സമായിരുന്നോ ഗ്രാമങ്ങളിൽ? ഞാൻ പെട്ടെന്ന് പഠിക്കും. സന്യാസ ജീവിതമായിരുന്നല്ലോ ആദ്യം ആഗ്രഹിച്ചിരുന്നത്, കന്യാസ്ത്രീ. അത് എന്റെ ഈ പ്രണയ ജീവിതം കൊണ്ട് ഞാൻ ഓർത്തു അവിടെ ആയിരിക്കുമല്ലോ നേടാം. അല്ല, അപ്പം അതാകാത്തതിൽ എന്തെങ്കിലും? ഒരു സങ്കടവും ഇല്ല. ദൈവം എന്നെ കറക്കി കറക്കി എനിക്ക് വേണ്ട വഴിയിൽ കൊണ്ടുവന്നാക്കി. അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മധ്യപ്രദേശിൽ വന്ന് 5 രൂപയ്ക്ക് കൂലിപ്പണി ചെയ്ത് അതിനു മുമ്പ് MSW, LLB, നഴ്സിംഗ്, ഹോമിയോ ഇതെല്ലാം പഠിച്ചേച്ച് ഇങ്ങനെ ചെയ്തപ്പം ഇതായിരുന്നു എൻ്റെ വൊക്കേഷൻ. എന്തോ പരിപാടിക്ക് പാറ്റ്നയ്ക്ക് പോകുമ്പോൾ നേരെ ആ മദർ എന്നോട് വീട്ടിൽ പൊക്കോ, നീ കരയുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു വിടാൻ ഒരുങ്ങിയ മദറിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, മദർ താങ്ക് യു ഫോർ ദ ഡിസിഷൻ യു മെയ്ഡ്. ഐ ഫൗണ്ട് മൈ വൊക്കേഷൻ, ഐ എം ഹാപ്പി. ഇങ്ങനെ ഓരോരുത്തരും ഗവൺമെന്റ് വിട്ടിട്ടുള്ളവർ പോയി പറഞ്ഞിട്ട് കാണുകയില്ല. എല്ലാത്തിനും ഒരു ദൈവ. ഞങ്ങളുടെ കടയിൽ ഈ കിസ്സിങ്ങും എംബ്രേസിങ്ങും ഒന്നും ഇല്ലെങ്കിലും മദർ ചേർത്ത് പിടിച്ച് കരഞ്ഞു. പിന്നീട് കാസർഗോഡിലേക്ക് വരാനായിട്ട് ഉണ്ടായ പ്രേരണ? അത് കാസർഗോഡില് 2018 ജനുവരി 30 സെക്രട്ടേറിയറ്റിന്റെ മേലെ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാനും പറഞ്ഞ എന്നെ അങ്ങനെ വിളിച്ചതാണ് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ. കേട്ടിട്ടുള്ളൂ, എനിക്ക് മുഴുവൻ സ്റ്റോറി അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നേരെ സമരം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നില്ല, അതിന് മുമ്പ് 3-4 ദിവസം എനിക്ക് അവിടെ ഒന്ന് കറങ്ങണം, അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇവിടെ കുറേ വീടുകളിലും സെന്ററിലും പൊട്ടിക്കരഞ്ഞു, തകർന്നു. കേട്ടതിനേക്കാൾ കേട്ടിട്ടില്ല മുഴുവനും, പക്ഷെ ഓരോ കുട്ടികളെ ഓരോ വീട്ടിലെയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് തകർന്നു പറഞ്ഞ അന്ന് പത്രത്തിൽ വന്ന ന്യൂസ് പോലും ദയാബായി വിതുമ്പുന്നു എന്നും പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിച്ച് അന്നൊന്നും മലയാളം എഴുതുന്നേ ഇല്ല, എന്നിട്ടും ഞാൻ കണ്ടതെല്ലാം വെച്ച് ഞാനൊരു പാട്ട് എഴുതി, കരയൂ കരയൂ കേരളമേ എന്നും പറഞ്ഞ്. ഈ കേട്ടതും കണ്ടതും വെച്ച് അത് ഈ നെറ്റിലടിച്ച് ദയാബായി മലയാളം സോങ് എന്നടിച്ചാൽ ഞാൻ അന്ന് ആ പാട്ടുമൊക്കെ വെച്ച് ചെയ്ത ഒരു വീഡിയോ കിട്ടും. ആ പാട്ട് ശരിക്കും ഒട്ടും ചിന്തിക്കാതെ ആ പേനായിക്കൂടെ ഒഴുകി കണ്ടത്, മനസ്സിലാക്കിയത്. അതാ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പിന്നെ കാസർഗോഡിലേക്ക് വന്നത്. പിന്നെ അവസാനം കഴിഞ്ഞ നിരാഹാരവും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് നേരിട്ട് ഇടപെട്ടു പറ്റുന്നതൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഒരു തെറപ്പി സെൻറ്റർ തുടങ്ങി. അതുകൊണ്ടൊന്നും ഒന്നും ആയില്ല, അതും ഒരു മാതിരി ഇച്ചിരി റോങ് ഡിസിഷനാ കൂടെ നിന്നവരുടെ സഹായത്തോടെ കിട്ടുക. ഓട്ടിസംകാർക്ക് കൂടുതലും അവിടെ പ്രാഥമിക. അതിപ്പോൾ 1 കൊല്ലം ആയി കഴിയുമ്പോൾ അത് പൊളിച്ചിട്ട് വേറെ കൂടുതൽ എൻഡോസൾഫാൻ വിക്ടിംസ് ഉള്ള ഒരു ഏരിയയിലേക്ക് മാറും. അവർക്ക് 2 കൂട്ടമാണ് എൻ്റെ മനസ്സ്, 3 കൂട്ടം. ഒന്ന് ഈ ഡെയിലി തെറപ്പിയൊക്കെ, അത് കഴിയുന്നതും ഏർലി ഇൻ്റർവെൻഷൻ കൊച്ചുകുട്ടികൾക്കാണ് കൂടുതൽ പ്രായോഗികമാകുന്നത്. പിന്നെ അമ്മമാർക്ക് ഇതിൽ പ്രായമുള്ള കുട്ടികൾ മേലാത്തവരുണ്ടെങ്കിൽ പറ്റുന്ന തൊഴിൽ, എനിക്കൊരു 10-100 തൊഴിലുകൾ ചെയ്യാനോ കുറച്ച് എനിക്കറിയാം. പിയർ സോപ്പ് മുതൽ ആലോവേര സോപ്പ്, ഡിറ്റർജൻറ്റ്, മഷി, തുള്ളി നീലം, കൊട, ഇങ്ങനെ നമുക്ക് ഡെയിലി ആവശ്യമുള്ളത് കോർപ്പറേറ്റ് സെക്ടർ കൂടാതെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഉണ്ടാക്കി വിൽക്കാവുന്ന ഒരു പദ്ധതി. അപ്പൊ അമ്മ വിശ്വസിക്കുന്നത്, നമ്മൾ പണ്ടൊരു സേയിങ് ഇല്ലേ, എന്തോ ഒരാൾക്ക് മീൻ കൊടുക്കുന്നതിനേക്കാൾ ചൂണ്ട കൊടുക്കുന്നതാണ്. മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നത്. അപ്പം ഇത് ഞാൻ എനിക്ക് ട്രെയിനിങ് തരാം. അപ്പം ഞാൻ 2-3 സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാൻ നോക്കുക, പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് താല്പര്യമുള്ളതും സമയം കൊടുക്കാൻ പറ്റും. ഇവരിവിടെ വന്ന് 1 ദിവസം അല്ലെ 2 ദിവസം കൊണ്ട് പഠിച്ചു, 2-3 ദിവസം പ്രാക്ടീസ് ചെയ്തു. അവിടെ ചെന്ന് അവിടെ ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും പഠിപ്പിക്കുക. അപ്പോൾ ഒരു തൊഴിലാവശ്യം. പിന്നെ പാലിയേറ്റീവ് കെയർ, അത് ഞാൻ ഇവിടെ വന്ന് ആദ്യം പോയത് തൃശ്ശൂരെ ഡോക്ടർ ദിവാകരൻ പാലിയേറ്റീവ് കെയർ, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഞാൻ കാസർഗോഡ് വന്ന് ആദ്യമായിട്ട് പോയത്. പക്ഷെ അവരെന്നോട് പറഞ്ഞത് അവിടെ വളരെ അവരൊത്തിരി ഡോക്ടേഴ്സിനെ വിളിച്ച് മീറ്റിംഗ് കൂടി വെച്ച് പലരും അവിടെ പോയി. പലരും എന്നെ വിളിച്ച് പറഞ്ഞു അവിടെ വളരെ പൊളിറ്റിക്സാണ്.
ഒരിടത്ത് ഒരാൾ പറഞ്ഞതാ, ചെന്ന് കണ്ടതിതാ, പാലിയേറ്റീവ് കെയർ ഫോർ എൻഡോസൾഫാൻ വിക്ടിംസ്. ഒരു ബിൽഡിങ്ങിൽ എഴുതിയിട്ടുണ്ട്, നാബാർഡ് ഫണ്ടഡ്. പക്ഷെ ആർട്സ് കോളേജ് നടക്കുന്നു, ആർട്സ് ആൻഡ് സയൻസ് ഓർ ആർട്സ് കോളേജ് നടക്കുന്നു. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചടികൾ ഉണ്ടാവുമ്പോ ശരിക്കും തളർന്നു പോകാറില്ലേ? അറിയാലോ, അന്നേരം വാഷിംഗ് മെഷീൻ കൂടല്ലോ. സാധാരണ മനുഷ്യരാണ് അപ്പോഴത്തേക്ക്. അതിനുള്ള കാരണം നമ്മളുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി, അതിൻ്റെ എന്താ മനുഷ്യ ലംഘനമാണ് ഈ കാണിക്കുന്നത്. സർക്കാരിൻ്റെ കടമയാണ് അവർ കാരണമാണേലും അല്ലെങ്കിലും ഈ ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതിൽ ചികിത്സ, ഭക്ഷണം, ഇതെല്ലാം അതിൽ വരും. കാസർഗോഡിനെ കുറിച്ച് ഇനി ശേഷിക്കുന്ന പദ്ധതികളും സ്വപ്നങ്ങളും എന്താ? പദ്ധതി ഞാൻ ഇപ്പം വെളിപ്പെടുത്തുന്നില്ല മുഴുവനും. ഇവരുടെ ജീവിതം പൂർണ്ണമാക്കാൻ വേണ്ടുന്നത് എന്തും, വർക്ക്, പാലിയേറ്റീവ് കെയർ, ഡേ കെയർ സെൻറ്റർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, തെറപ്പി, പുനരധിവാസം, എൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ കുട്ടികളുണ്ടായത് കൊണ്ട് ഹസ്ബൻഡ് ഉപേക്ഷിച്ചു പോയവരുണ്ട്. അപ്പം അമ്മയും കുട്ടികളും തന്നെ. പിന്നെ കുറേ അമ്മമാർ ഈ കുട്ടികൾ ഉണ്ട്, പക്ഷെ അമ്മമാർക്ക് അസുഖം വരുമ്പോൾ ഓരോ അമ്മയുടെയും ചിന്തി, ഞാൻ പോയാൽ എൻ്റെ കുട്ടിക്കാരൻ. എനിക്ക് 2-3 കേസ് അറിയാം, കുട്ടിയെ ഞെരിച്ചു കൊന്നിട്ട് അമ്മയെ സൂയിസൈഡ് ചെയ്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് സ്പെഷ്യൽ കൺസിഡറേഷൻ വേണ്ടവരുടെയൊക്കെ കൂടെ എടുത്ത് ഒരു 1-2 ഏക്കറെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു പുനരധിവാസ, ഒരു കമ്മ്യൂണിറ്റി ലിവിങ് പോലെ അവർ പരസ്പരം സഹായവുമായിരിക്കും, സപ്പോർട്ടും ആയിരിക്കും. അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു വലിയ സ്വപ്നമുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ അമ്മ, അമ്മമാര് മരിച്ചു പോയാൽ ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം എന്താകും എന്നുള്ളൊരു ചിന്ത. അതുപോലെ ഞാൻ കാസർഗോട്ടിലെ അമ്മയോടൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ പ്രായം 85, ഒരു പിൻഗാമിയെ കണ്ടെത്തിയിട്ടുണ്ടോ? ഒന്നല്ല, അതിനാണ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയത്. ഇത് പോകണമെന്നുണ്ട്, പക്ഷെ ആദ്യത്തെ അതിൽ നിന്ന് കുറച്ചു പേരെ എനിക്ക് മാറ്റേണ്ടി വരും. കാരണം നമ്മളുടെ ആ ഇൻട്രസ്റ്റ് അല്ല, അവരുടെ ഇൻട്രസ്റ്റ് വേറെയാകും. അതുകൊണ്ട് ഒന്നുകൂടെ അത് പൊളിച്ചു പണിയും. ഐ ഹാവ് പീപ്പിൾ പിന്നെ നോമിനേറ്റ് ചെയ്യാനും ഉണ്ട് കുറച്ച് പേരെ. ഇത് ഞാനൊന്ന് തുടങ്ങിയൊന്ന് വെച്ച് നമ്മൾ മാറും, അവർ നടത്തട്ടെ, ഇത് കൊണ്ടുപോകണം. ഇത്രത്തോളം ചെയ്തതിൽ അങ്ങേയറ്റം സംതൃപ്തി അല്ലേ? സംതൃപ്തി എന്ന് പറയാൻ ഈ ഭരണകൂടം ചെയ്യുന്നത് പോരാന്നുള്ള ഒരു വലിയ തോന്നലുണ്ട്. ഇത് ഭയങ്കരമായിട്ടും ആർട്ടിക്കിൾ 21 ലംഘനമാണ്. ആ ഒരു സങ്കടമേ ഉള്ളൂ. അവരെ എങ്ങനെ കുലുക്കാം? കുടുംബത്തിന്റെ സപ്പോർട്ട് വല്ലോ ആരെങ്കിലും ഇതിന്റെ കൂടെ ചേർന്നിട്ടുണ്ടോ? ചേർന്നിട്ടില്ല, പക്ഷെ ആരും എനിക്ക് എതിരല്ലെന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അല്ല. ഞാൻ ഇന്ന് യുദ്ധം പ്രഖ്യാപിച്ചു, നാളെ ഞാൻ റെഫ്യൂജി ക്യാമ്പിലേക്ക് പോകാൻ ബുക്ക് ചെയ്തിരിക്കുക. എല്ലാവരും എന്ന് പറഞ്ഞ് മെസ്സിയെ വിടരുത്, അവിടെ യുദ്ധമാണെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ പപ്പ മമ്മ ഒക്കെ പറഞ്ഞത് മരണത്തെ തടയാൻ നമുക്ക് പറ്റിയല്ല, പോകണ്ടെന്ന് പറഞ്ഞ് നിർത്തി ഇവിടെയും വന്ന് മരിക്കാം, പിന്നെ അത് ഞങ്ങൾ ഒരിക്കലും സഹിക്കുകയില്ല. അതേസമയം പോയി അവിടെ യുദ്ധത്തിൽ മരിച്ചാൽ കരയുമായിരിക്കും, പക്ഷേ അഭിമാനവും ഉണ്ടായിരിക്കും. ശരിക്കും കൈമാറ്റപ്പെട്ട പൈതൃകമാണ് ആ രക്തത്തിന്റെ ഒരു ഊർജം അല്ലെ? പിതാവിന്റെയും അവർക്ക് ചെയ്യാൻ പറ്റാത്തത് മകളിലൂടെ ചെയ്ത്. നാട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ടോ? പാലാ ഞാൻ അവിടെ അങ്ങനെ പോവാറില്ല. ഒരു പാലക്കാരൻ എന്നോട് പോലും എല്ലാരും ചോദിക്കുന്ന, ഒരു പാലക്കാരി എന്നാ ഇങ്ങനെയായത്? പക്ഷെ ഈ അടുത്ത നാളില് എൻ്റെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വലിയൊരു പരിപാടി വെച്ച് ഒന്ന് വിളിച്ചാതിരിക്കാനൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ. ഞാൻ പറയുന്ന ഇച്ചിരി വെയിറ്റ്, എൻ്റെ ഒരു ഫിലിം വരുന്നുണ്ട് ദയാബായ്, അത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും കൊണ്ട് തടസ്സപ്പെട്ട്, അത് പ്രീവ്യൂവും കഴിഞ്ഞതാണ് എടപ്പള്ളിയിൽ. റിലീസ് ആകേണ്ടി നേരത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആളൊന്ന് കാല് മാറി. ഇപ്പം ഈ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തവർക്ക് ഫണ്ടില്ല, അത്രയും പൈസ ഇറക്കാം. 240 തിയേറ്റർ ഒരു കൂട്ടർ എടുത്തു തരും, പക്ഷെ മുടക്കണ്ടേ കുറച്ച്. അങ്ങനെ അതിപ്പം മുടങ്ങിക്കിടക്കാതെ ഒരു വഴി കാണിക്കുമായിരിക്കും. അത് ഇറങ്ങിയാൽ ഈ യാത്രയിലെ ശൈലി മാറി, വസ്ത്രധാരണം മാറി, എല്ലാം മാറിയില്ലേ? അത് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടിയായിരുന്നല്ലേ അവരുമായി? അങ്ങനെയല്ല, നാം
കർത്താവ് എന്നാത്തിനാ ഈ മനുഷ്യനായത്? എന്തിനാ ഒന്നുമില്ലാത്ത ഒരു ശൂന്യനായത്? അയാൾ എന്നിട്ട് പറഞ്ഞു ഫോളോ മീന്ന്, യു ഹാവ് ടു കം ടു ദ ലോവസ്റ്റ്. അവരോടൊപ്പം ഇഴുകിച്ചേരും. അതിന്റെ ഒരു ഭാഗം. അതിന്റെ ഭാഗമായി മാലയും എല്ലാം ഈ ഈ മൂക്കിലെ റിങ് വരെയും അതിന്റെ ഭാഗം. അപ്പൊ അവർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും അല്ലേ? അവർ അക്സെപ്റ്റ് ചെയ്യാനല്ല, ഞാൻ അവരുടേത് അക്സെപ്റ്റ് ചെയ്യാ. വേദപുസ്തകത്തിലെ ഏറ്റവും സ്വാധീനിച്ച വാക്യം ഏതാണെന്നൊന്ന് പറയാമോ? ഞാൻ ഇപ്പം പറഞ്ഞ അത് തന്നെയാണ് എന്നും. ലൂക്ക് 4. പിന്നെ കർത്താവ് പറയുന്ന കം ഫോളോ മീ. കർത്താവിൻ്റെ ആ വഴിയിൽ അയാള് ആ ദാഹിക്കുന്നെന്നും പറഞ്ഞ് വെള്ളം മേടിച്ച് കുടിച്ചു. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നോ? അതൊരു ചുമ്മാ ഒരു അവളോട് ഞാൻ ഐ കെയർ ഫോർ യു, ഐ എം കൺസേൺഡ് എന്ന് പറയുന്ന വേറൊരു രീതിയല്ലേ? അയ്യോ ഞാനൊരു വലിയ ജാതിയാ, നീ താഴ്ന്നോളാ, എനിക്ക് ഇടപെടത്തില്ല. എന്നാലും അവൾക്കൊരു റെക്കഗ്നിഷൻ എപ്പോഴും ആ സമൂഹത്തോട് അങ്ങനെ അതൊക്കെയാണ് എനിക്ക് സ്വാധീനിച്ചത്, ആ ശമരിയക്കാരി സ്ത്രീയുമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ യുവാക്കള് ഒരുപാട് സമയമുണ്ട് ഈ ഫോണിലല്ലേ അവരൊക്കെ കഴിയുന്ന, യൗവനക്കാര്, മധ്യവയസ്കര്, പ്രായമുള്ളവര്, ഈ മുഴുവൻ ആളുകള്, അവർക്ക് കൊടുക്കുവാനുള്ള സന്ദേശം എന്താണ്? ഞാനൊന്നും കൊടുക്കുന്നില്ല. ഞാൻ കൊടുക്കുന്ന ഈ ഫോൺ കുറച്ച് നേരം കുറയ്ക്കുക, കൂടുതൽ വായിക്കുക, പിന്നെ ഒരു കുറച്ചു നേരം കണ്ണടച്ച് ഉള്ളിലേക്കൊന്ന് നോക്കുക, പിന്നെ ചുറ്റുവട്ടം ഒന്ന് നോക്കുക. ഈ മനുഷ്യര് പ്രകൃതിയെ എന്തുമാത്രം നശിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ മിനിമം നീഡ് കൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഐ വിൽ നോട്ട് യൂസ് മച്ച്. അതിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് പറയാമോ? ഭക്ഷണ രീതി. ഭക്ഷണം മാത്രമല്ല, എൻ്റെ അവിടെ കൃഷി ചെയ്യുന്നത് ഒരു 8-10 എഫാണ്. അതിൽ 4-5 കൂട്ടം ഞാൻ ആദിവാസികളിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. ഫുഡ്, ഫ്യൂവൽ, ഫോഡ്, ഫെർട്ടിലൈസർ, ഫോക്ക് മെഡിസിൻ, അതൊക്കെ. പക്ഷെ അവർ ചെയ്യാത്ത ഒന്ന് കെയറിങ് ഫോർ മദർ എർത്ത്, ഫോസ്റ്റർ കെയർ ഫോർ മദർ എർത്ത്. ഫോറസ്റ്റ്, ഒരു ഫോറസ്റ്റിൽ നിന്ന് വെട്ടുകയുള്ളൂ. ഞാനൊരു ചെറിയ ഫോറസ്റ്റും കൂടെ ഉണ്ടാക്കും. ഇതൊന്ന്, പിന്നെ നിന്നു പോകുന്ന ട്രഡീഷണൽ വിളകൾ തിരിച്ചു കൊണ്ടുവരിക, ഇത് എൻ്റെ. അപ്പം ഇതെല്ലാം ഒരു 8-10 എഫാണ്. പിന്നെ അതിലും ഞാൻ ജീവിക്കുന്ന എൻ്റെ കിച്ചണിൽ ലൈറ്റ് അല്ലാതെ ഞാൻ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രകൃതിയെ ഹനിച്ചുണ്ടാക്കുന്ന ഈ ഇലക്ട്രിസിറ്റി ഇതൊക്കെ മിനിമം. ബോർവെല്ല് ഞാൻ കഴിയുന്നതും എഗൈൻസ്റ്റാണ്. പക്ഷേ എൻ്റെ കുളത്തിലെയും കിണറിലെ വെള്ളം മറ്റുള്ളവരുടെ ബോർവെല്ല് കൊണ്ട് പോവുക, ചിലപ്പം വെള്ളത്തിന് വലിയ സ്കേഴ്സിറ്റിയാണ്. അങ്ങനെ വരുമ്പം 1 കൊല്ലം വേണ്ടി വന്നു ബോർ ചെയ്തു, പക്ഷെ ഒരിക്കൽ പോലും അത് ഉപയോഗിച്ചില്ല. ഇങ്ങനെ കുറെ കൊണ്ട് പ്രകൃതിയെ കഴിയുന്നതും രക്ഷിക്കാൻ, പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്യാതുള്ള ജീവിതശൈലി, വളരെ മിനിമം നീഡ് കൊണ്ട്. ഡിറ്റർജന്റ് ഐ ഡോണ്ട് യൂസ്, മെഷീനിൽ തുണി വാഷ്, ഇതൊന്നും വേണ്ട. സിമ്പിൾ വേ, കൈ കൊണ്ട്. ഒരുപാട് അത്ഭുതം തോന്നുന്നു. വായിച്ചതുപോലൊന്നും അല്ല, അടുത്തിരുന്ന് കേട്ടപ്പോൾ ഒരുപാട് വായിച്ചതിനും കേട്ടതിനും ഒക്കെ അപ്പുറമാണ്. ഇപ്പോഴും തുണിയും കഴുകി പരമ്പരാഗത രീതിയിൽ കൃഷിയിലൊക്കെ ഇറങ്ങി. ദൈവം സന്തോഷം അല്ലെ? അല്ലാതൊരു ജീവിതമായിരുന്നെങ്കിൽ ഇതിന്റെ 4-1 100-1 സന്തോഷം ലഭിക്കില്ലായിരുന്നു. ജീവിതം പഠിപ്പിച്ച മറക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഏറ്റവും വിലയേറിയ ഒരു പാഠം നമ്മുടെ പ്രേക്ഷകർക്ക് അത് തീർച്ചയായിട്ടും ഒരു അനുഭവം, ഒരു മുതൽ കൂട്ടായിരിക്കും. പഠിപ്പിച്ച പാഠം എനിക്ക് തോന്നുന്ന ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനോടും നമ്മളൊന്ന് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ. എൻ്റെ വീട്ടിൽ കാളയുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്, പിന്നെ പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. പിന്നെ ഈ എൻ്റെ പട്ടിയെ, എൻ്റെ പൂച്ച ഇങ്ങനെ കിടന്ന് അവളുടെ അനിയത്തിയുടെയും കുട്ടികളെ കിടന്ന് കുടിപ്പിക്കാൻ. പട്ടികളെ 2 നാടൻ പട്ടികളുടെ കുഞ്ഞുങ്ങളാ, അവരും ചെന്ന് കുടിച്ചു. അവള് കുടിപ്പിച്ചു, ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാനുണ്ട്. അതാണ് ഞാൻ ഇവിടെ കൂടെ. പിന്നെ എൻ്റെ വീട്ടിൽ 2 തവണ പെരുമ്പാമ്പ് കയറി. ഒരു തവണ കാട്ടിൽ കോഴിക്കോടിൽ നിന്ന് ഒരൊച്ച. ഞാൻ ചെല്ലുമ്പം പെരുമ്പാമ്പ് ഇങ്ങനെ വളഞ്ഞ് അവൻ്റെ വായിൽ നിന്ന് 2 കോഴികൾ തൂങ്ങിക്കിടക്കുക. ഇവിടെ കോഴികളെല്ലാം ഇങ്ങനെ നിരപ്പേ നിൽക്കുക.
ഞാൻ കുറേ നേരം അയ്യോ പെരുമ്പാമ്പായതുകൊണ്ട് വലിയ ഈ മൂർഖൻ പോലെ ഓടി നമ്മളെ അറ്റാക്ക് ചെയ്യുമല്ലോ. അച്ഛനായിരുന്നു നോക്കി എന്നിട്ട് ദൈവത്തോടൊന്ന് ഫോൺ കളച്ച് ബന്ധിട്ട് ചോടുന്നോരെ 3 തവണ പറഞ്ഞു. ഓരോന്നിനെയും താഴെ ഇട്ടു ഛത്തിൽ. എന്നിട്ട് ഒന്ന് പോയി. എനിക്ക് പേടിയുണ്ടായിരുന്നു തിരിച്ചു വന്നു ഇല്ല. പക്ഷെ 1-2 ദിവസം എൻ്റെ കിച്ചണിൽ കയറി ഒരു പൂച്ചയെ വലിഞ്ഞു മുറുക്കി. കൊച്ചുകുഞ്ഞിനെ. അന്നേരവും വാക്കുകൊണ്ടുള്ള പ്രയോഗമേ ഉള്ളൂ, അല്ലാതെ ഉപദ്രവമില്ല. ഞാനൊരു കോടാലി എടുത്ത ഇങ്ങിട്ട് പെട്ടാണ്. അന്നേരം ഇങ്ങനെ നീട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ ഒരു ബാമ്പു ഇല തുണിയും വെച്ച് ഇച്ചിരി മണ്ണെണ്ണ വെച്ചിട്ട് കൊഴിച്ചിട്ട് കൊണ്ടുപോയി. പോയി. പ്രകൃതിയെ സ്നേഹിക്കുക, ജീവികളെ സ്നേഹിക്കുക, അതാണ് പാഠം. ഇതെല്ലാം എൻ്റെ പട്ടികളും വളരെ സ്പെഷ്യലാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മൃഗങ്ങളെന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ അങ്ങനെ വിട്ട് കളയരുത്. ഞാൻ നിരാഹാരം കഴിഞ്ഞ് തീരെ മേലല്ല, പലപ്പോഴും ഉരുണ്ട് വീഴും. അവർ 2 പേരും കൂടെ വന്ന് ഇങ്ങനെ മൂക്കും കൊണ്ട് ഇങ്ങനെ തള്ളി എൻ്റെ കിടക്ക വരെ എന്നെ കൊണ്ടുവന്നാക്കും. ചിലപ്പോൾ ഞാൻ വീണേച്ചെഴുന്നേക്കാൻ മേലാതെ വരുമ്പം ഇങ്ങനെ കഴുത്തേലൊരു ചെയിനുണ്ട്, അതേ ഞാൻ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കും. അതുപോലെ എന്തായാലും വേണ്ടാതിന് ഒരിക്കൽ SP വന്നു. ഇവരെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, അവരങ്ങ് റിയാക്ട് ചെയ്യുക. ബോഡി ഗാർഡ് പോലെ ഇങ്ങനെ ഇരിക്കും. SP അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു വെച്ച് മൊബൈൽ എടുത്ത് എൻ്റെ അടുത്തോട്ട് വന്നു. മാഡം ഇതെന്നതായി സീനെന്നും പറഞ്ഞു അവൻ എടുത്തു ചാടി. പക്ഷെ അമ്മയെ ഉപദ്രവിക്കുമെന്നുള്ള പേടി. ബോഡി ഗാർഡിന്റെ ഡ്യൂട്ടി ചെയ്യുന്ന, പഠിപ്പിച്ചതൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു അത്തോസ് സേ സോറി. അപ്പോഴേ അവിടെ മുട്ടായി വന്ന് ഇങ്ങനെ ചെയ്തു. അന്നേരം SP പറഞ്ഞു ഹൗ വെൽ ട്രെയിൻഡ്. അപ്പം ഞാൻ പറയുന്ന ഈ മൃഗങ്ങൾ വേറൊരിക്കൽ ഒരു സംഭവം. ഞാനൊരു ബസ്സിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഒരു വണ്ടി വന്നു ഒരു കഴുതക്കുട്ടിയെ ഇടിച്ചു. അവിടെ വീണ് നലറി മരിക്കുക. ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ സാധനം വെച്ച് തിരിച്ച് ഓർക്കാൻ പറ്റിയല്ല. തിരിച്ചു വരുമ്പം അന്നേരം ഒരു കഴുത ഓടുന്നു ഓന്നും പറഞ്ഞുകൊണ്ട് ഓടുന്ന കണ്ടു. തിരിച്ചു വരുമ്പം അവിടെ ഒരു 40 കഴുതകള് ഇങ്ങനെ നിൽക്കുക. അത് ഇരി എന്ന് വിളിച്ചു പറഞ്ഞ ആ ടൗണിലുള്ള കഴുതകളെല്ലാം ഇവിടെ വന്നു. മൃഗങ്ങള് ഒരു ചരമയറിയിപ്പ് പോലെ മറ്റൊരു എന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് തലയും കുമ്പിട്ട് അതിന്റെ അടുത്ത് നിൽക്കുക. പ്രകൃതി പഠിപ്പിച്ച പാഠങ്ങളാണ്. അതൊരിക്കലും അത് എഴുതിയിട്ടുണ്ടോ പുസ്തകമായിട്ട്? എനിക്കിനി എഴുതണം. സിനിമയിൽ അതുണ്ടോ? സിനിമയിൽ അതില്ല. സിനിമയിൽ ഇവിടുത്തെ കുറെ സംഭവങ്ങളേ ഉള്ളൂ. ഞാൻ എഴുതണം. സിനിമയുടെ ഫസ്റ്റ് ഭാഗം വന്നില്ല. അതായത് കൊച്ചുനാളിലത്തെ ഈ മധ്യപ്രദേശിലെ ജീവ കൂടുതൽ വന്നിരിക്കുന്നത്. ഏറ്റവും സന്തോഷിച്ച ഒത്തിരി അനുഭവങ്ങൾ കാണും. ഏതെങ്കിലും ഒരെണ്ണം പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? സന്തോഷിച്ചത് ഞാൻ ഇവരെ ഇച്ചിരി നിയമമൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ, വില്ലേജസ്. എന്നിട്ട് കൂലിപ്പണി ചെയ്ത് വെച്ചിട്ട് ആദ്യത്തെ കൂലിയുടെ ആക്ഷന് SDO ഫോറസ്റ്റ് വന്നു. ഓരോരുത്തരുടെയും പേര് വിളിച്ചു. അവരെല്ലാം വന്നു. ഞാൻ ജോലിക്ക് പോലും പോയില്ല, എൻ്റെ പേര് വിട്ടേ. ഇങ്ങനെ എല്ലാവരും വെട്ടിച്ചു. പക്ഷേ ഒരു സ്ത്രീയെ വിളിച്ച് ഇവർ ഇൻസ്ട്രക്ട് ചെയ്ത 2 സൈഡിൽ നിന്നുണ്ട് അങ്ങനെ പറയണേ. ഞാൻ അവളെ വിളിച്ചു. സുമിത നിൻ്റെ പേര് കൊണ്ടല്ലോ ഇവിടെ വന്നു. അവൾ പറഞ്ഞു എനിക്ക് 200 രൂപ കിട്ടാനുണ്ടായിരുന്നു, അതിൽ നിന്ന് ഇച്ചിരി എനിക്ക് തന്നു, പിന്നെ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. അവൾക്ക് അങ്ങനെ 3 സ്ത്രീകൾ ഞാൻ. എന്നിട്ട് ഇയാൾ പറഞ്ഞു ഫോറസ്റ്റ് ഗാർഡിൻ്റെ ശമ്പളത്തിൽ നിന്ന് വെട്ട് ഇവർക്ക് കൊടുത്തിട്ട് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പം അവർക്കൊക്കെ പൈസ കിട്ടിയപ്പം ബാക്കിയുള്ളവർക്ക് അവരോട് പറഞ്ഞിരുന്നു നിങ്ങളിത് പറഞ്ഞാൽ നിങ്ങളെ കാട്ടിക്കയറ്റിയാൽ അവർക്ക് കാട് വേണമല്ലോ, മൃഗങ്ങളെ കാട്ടിക്കൊണ്ടുപോയി തീറ്റുന്ന. അവരത് വിശ്വസിച്ച് ഫോളോ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിച്ച് അവർ തിരിച്ചറിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പിന്നെ മാപ്പ് ചോദിച്ചു. പിന്നെ അവരെന്നും എൻ്റെ കൂടെയാണ്. അതൊരു ബിഗിനിങ്. അത് ഒരു സ്ത്രീയാണ് അതിന് അത് ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? നീതി നിഷേധിക്കപ്പെടേണ്ട ഇടത്ത് 2ഉം കൂടെയായിരുന്നു. ഒത്തിരി വിഷമം ഉണ്ടാക്കിയതെങ്കിലും? വിഷമം ഒത്തിരി. ഇതാണ് ഇവര് എല്ലാം ഇങ്ങനെ അവരവരുടെ പേര് വിട്ട് അതൊരു വലിയ വിഷമമാണ്. പിന്നെ വേറെ ഒരിക്കല് ഒരു മന്ത്രി എന്നെ വിളിച്ചു കൂടെ വരണമെന്ന് പറഞ്ഞു. റെസ്റ്റ് ഹൗസിൽ പരിപാടിയെല്ലാം നടക്കുന്നത് ചർച്ചയ്ക്ക്. ഞാൻ പറഞ്ഞു അവിടെയില്ല, ഇവിടെ ചെയ്യാം. അല്ല വേറൊരിടത്ത് വലിയൊരു
അല്ല അമ്മ എവിടെ വരണമെന്നാ പറഞ്ഞേ? ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ ആ ജലസനുവായുടെ പരിപാടി നടക്കുന്നിടത്തുനിന്ന്, കാരണം ആളുകളുടെ പെരുമാറ്റം അനുസരിച്ച് ഇവരുടെ പുറകിൽ ആരോ ഗുരുവുണ്ട്. അപ്പൊ എനിക്കത് ചുട്ടു വീണു. എന്നിട്ട് എന്നോട് ചർച്ചയ്ക്ക് 24 കിലോമീറ്റർ റെസ്റ്റ് ഹൗസിൽ പോകണം അയാളുടെ കാറേൽ. ഞാൻ പറഞ്ഞു അവിടെ ഞാൻ വരുന്നില്ല, ഇവിടെ സംസാരിക്കാം, ഓപ്പൺ എയറിൽ സംസാരിക്കാൻ വന്നു. അപ്പോൾ അയാൾ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഉത്തരം പറഞ്ഞ അയാൾക്ക് ഇൻസൾട്ടായി. കാരണം ഞാൻ ഈ ചോദ്യം കൂടെ ചോദിച്ചു, ആരാ എന്നോട് സെക്യൂരിറ്റി, ഇത് മന്ത്രിയാണ് ഇൻട്രൊഡക്ഷൻ. ഞാൻ പറഞ്ഞു ആരാണ് മന്ത്രിയാക്കിയത്? നിയമം അറിയത്തില്ല, ഒരു സ്ത്രീയെ രാത്രി റെസ്റ്റ് ഹൗസ് വിളിക്കുന്നു എന്ന്. അപ്പോൾ അയാൾ ദേഷ്യപ്പെട്ട് ജായേ മൈന്ദേക്കും. അന്ന് കുറേ പേര് എനിക്കെതിരായിട്ട് മുർദാബാദം വിളിച്ചെൻ്റെ ചുറ്റും വന്നു. 2 മാസ്റ്റർമാർ ഇത് കേട്ടേച്ചിട്ട് അവർ കേട്ട് ഇനി ഇവളെ രക്ഷിച്ചു വെച്ചാൽ അപായമാണ്. അന്ന് അവരെന്നെ അവരുടെ വീട്ടിലാക്കി പ്രൊട്ടക്റ്റ് ചെയ്തു. ഇതൊക്കെ വലിയ അനുഭവമല്ല, നമ്മൾ ഒരിക്കലും ഓർക്കുന്ന പോലുമില്ല, മറക്കത്തില്ല ഒരിക്കലും. ഇനി ശേഷിക്കുന്ന അജണ്ട എന്താണ്? ഈ കുട്ടികൾക്ക് ഒരു ജീവിതം കൊടുക്കുക. ഞാൻ ഒരു ഔദാര്യവും ചോദിക്കുന്നില്ല, അവരുടെ അവകാശം നമ്മുടെ ഭരണഘടന വെച്ച് അവർക്ക് അന്തസ്സായിട്ട് ഒരു ഫുൾ ജീവിതം ജീവിക്കാനുള്ള സർവ്വതും സർക്കാർ ചെയ്തു കൊടുക്കണം. ഇത് അവരുടെ അവകാശം. അതിന് പൈസ ഇല്ല എന്നൊന്നും പറഞ്ഞാലൊക്കെയല്ല. കൊച്ചുമക്കളെ കൊണ്ട് ഫോറിലൊക്കെ യാത്ര ചെയ്യാൻ നമ്മളെ ഭരണകൂടത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവരെ ആരെ ഇങ്ങനെയാക്കിയത്? സാമ്പത്തികമാ എപ്പോഴും ഒരു പ്രശ്നം അല്ലേ? അത് മാത്രമല്ല, ഇവരുടെയൊക്കെ സമീപനം, ആറ്റിറ്റ്യൂഡ്. എന്നാലും തിരിഞ്ഞു നോക്കുമ്പോൾ യുഗ വനിത എന്നൊക്കെ പറയുന്ന പോലെ ഒരു യുഗത്തിൽ ഒരിക്കലൊക്കെ ഒരാളെ ഇങ്ങനെ ജനിക്കുകയുള്ളൂ. ഒരുപാട് ദൂരം യാത്ര ചെയ്തു. കൊച്ചു മേഴ്സി ഇത്രയൊക്കെ ആയല്ലോ. പുരസ്കാരങ്ങളെക്കാൾ തന്റെ ധർമ്മം നന്നായി നിർവഹിച്ചു എന്നുള്ള ബോധ്യമായ രീതിയെ നടക്കാൻ പറ്റി ദൈവകൃപയാൽ. അത് മാത്രം എനിക്ക്. അപ്പൊ ചാരിതാർത്ഥ്യം നന്നായിട്ടുണ്ടല്ലേ? ഒരു ജീവിതം കൊണ്ട് എന്തൊക്കെയോ ചെയ്തു. ഒരു സംശയം ഏത് വഴിയെ എങ്ങനെ, പക്ഷെ സംഭവം ദൈവം ഇങ്ങനെ തുറന്ന് വിട്ടു. ഒരുപാട് സന്തോഷം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതില്. സ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ജീവിതം പോരാ, ജീവിതം പോരാ, ഈ ജീവിതം പോരാ. ഞാനും എൻ്റെ പട്ടികളും കൂടെ ദിവസവും പാടുന്ന പെട്ട. ഇവിടെയാണേലും ഫോണിൽ അവര്. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ഇത് അനേകർക്ക് പ്രയോജനമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇനിയുള്ള യാത്രയിലും ദൈവം എല്ലാം ചൊരിഞ്ഞു തരട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി.